പരിപാടി എന്നറിയാമോ? ഞങ്ങൾ ഈ വർഷത്തെ സ്വിമ്മിംഗ് പൂൾ പിന്നെ സെറ്റ് ചെയ്യാൻ പോകട്ടെ. ഒട്ടുമ്പോൾ ഒരു 1-2 ആഴ്ചയായിട്ട് പറയുന്നു സ്വിമ്മിംഗ് പൂൾ എന്ത് ചെയ്യും, പൂൾ എന്ത് ചെയ്യണം. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബേസ് ഇടാതെ ഡയറക്റ്റ് പൂള് വെക്കുക ചെയ്തേ. അപ്പം ഈ ലോൺ ഫിറ്റ് ചെയ്തപ്പോഴേ ഇതിനകത്ത് ചെറിയ ചെറിയ നെയിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങാനും കൊണ്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ പൂൾ ഡാമേജ് ആകും. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളിങ്ങനെ ഒരു ബേസ് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് കാർഡ്ബോർഡ് പീസസ് ആണ്. ഇത് നമ്മുടെ തിയേറ്ററിൻ്റെ ഫ്ലോറിങ്ങിന് വേണ്ടി മേടിച്ച ഇതിൻ്റെ അടിയിൽ വെക്കുള്ളൂ ആ സാധനമാണ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. സോ അത് എക്സ്ട്രാ പീസസ് വന്ന് വെച്ചേക്കുന്നതാണ്. ഇത് പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല, ജസ്റ്റ് ഈ ഒരു വർഷത്തിന് വേണ്ടി. നെക്സ്റ്റ് ഇയർ നമ്മളത് മാറ്റണം. പിന്നെ ഞാൻ ഇത് ഫുള്ള് നിരത്തിയത് ഞാനാട്ടോ. ജിനുവിനെ കൊണ്ട് തന്നെ പണിയെടുപ്പിച്ചു എന്നുള്ളൊരു പരാതിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളോട് നമുക്ക് കിടക്കാവേ. കഴിഞ്ഞ വർഷത്തെ ഉപയോഗത്തിന് ശേഷമേ ജിനു ഇതെല്ലാം എടുത്ത് കെട്ടിപ്പൂട്ടി എടുത്ത് വെച്ചേക്കുമായിരുന്നു. ഈ വർഷം എന്തായാലും പൊടിതായിട്ട് നമ്മളെടുത്തു. കഴിഞ്ഞ ഹീറ്റ് വേവിന് തന്നെ സമ്മർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ടൂട്ട് പറയുന്നതാണ് സ്വിമ്മിംഗ് പൂൾ എടുത്ത് സെറ്റ് ചെയ്താന്ന്. പക്ഷെ നമുക്ക് അന്ന് അതിനുള്ളൊരു സമയവും സാഹചര്യവും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് സെറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു പൂളിൽ വെള്ളം നിറഞ്ഞു വരാൻ ഒരു 3-4 മണിക്കൂർ എടുക്കും. കണ്ടിന്യൂസ്ലി നമ്മൾ പൈപ്പ് ഓൺ ചെയ്ത് വെക്കണം. പിന്നെ അവിടെ ഒരാൾ എപ്പോഴും അത് ശ്രദ്ധിച്ചിരിക്കണം. കാരണം എന്ന് വെച്ചാൽ വെള്ളം നിറഞ്ഞു പോവുമോ അല്ലെ പൈപ്പ് ചാടി പോവുമോ എന്നൊക്കെ നോക്കാൻ. സോ അതിനുള്ളൊരു സമയം നമുക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ നീട്ടിക്കൊണ്ട് പോയതാണ്. ഇനിയും നീട്ടി വെച്ചാൽ ശരിയാവുകയില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷ് വെതറിനെ പറ്റി അല്ലേ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സമ്മർ എന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും ഒന്നും നമുക്ക് ഔട്ട്ഡോർ പൂളിൽ ചാടാൻ പറ്റത്തില്ല. വെട്ടവേ ഉണ്ടാവുകയുള്ളൂ. ചൂട് വളരെ കുറവാണ്. സോ ഈ തണുത്ത വെള്ളത്തിൽ ചാടുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല. അപ്പോൾ ഉള്ള ചൂടുള്ള ദിവസം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇനി ലേറ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് ഇന്ന് തന്നെ സെറ്റ് ചെയ്യുവാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ, എൻ്റേതല്ല നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ വീട്ടിൽ വരെ സ്വിമ്മിംഗ് പൂൾ പരിപാടിയൊന്നുമല്ല. ഞങ്ങളുടെ അവിടെ നല്ല തോടുണ്ട് കേട്ടോ, വലിയ പുഴയാണ്. അപ്പം അവിടെ പിള്ളേരെല്ലാം കൂടെ പോയി ചാടും. അപ്പം ഞങ്ങളൊരു 3-4 മണിക്കൂർ നേരത്തേനൊക്കെ ആയിരുന്നു വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അയലൊക്കത്ത് നിന്നൊക്കെയുള്ള എല്ലാവരും കൂടെ കൂടി എല്ലാവരും കൂടെ ഒരുമിച്ച് ഒറ്റ പോക്കാണ്. ഒരു 10-10:30 ആകുമ്പോൾ സ്കൂൾ അടച്ചു കഴിയുമ്പോൾ അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേ കയറി വരത്തുള്ളൂ. അപ്പോൾ അതുപോലെ തോട്ടിലെ വെള്ളത്തിനകത്ത് കിടന്ന് ചാടുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോയി നീന്തൽ പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും നാച്ചുറലായിട്ട് ആ പുഴയിലും ആറിലും ഒക്കെ കിടന്ന് എല്ലാവരും നീന്തൽ പഠിച്ചു. അപ്പോൾ എനിക്കൊക്കെ നന്നായിട്ട് നീന്താൻ അറിയാവേ. സോ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലല്ലോ. ടുട്ടൂനെയാണെങ്കിലും നമ്മൾ ഇവിടെ ലെഷർ സെൻറ്ററിൽ വിട്ടാണ് സ്വിമ്മിങ് പഠിപ്പിക്കുന്നത്. അല്ലാതെ നാച്ചുറലായിട്ട് നമ്മളെ ഒക്കെ പഠിച്ച പോലത്തെ ഉള്ളൊരു സൗകര്യം കുഞ്ഞുങ്ങൾക്കില്ല. അതൊക്കെ അവർ ശരിക്കും മിസ് ചെയ്യും കേട്ടോ. നമ്മുടെ ആ ഒരു കുട്ടിക്കാലത്ത് കിട്ടിയ സൗകര്യങ്ങളും ആ ഒരു പ്ലഷറും ഒന്നും ഇപ്പോഴത്തെ പിള്ളേർക്കില്ല. സോ ഇതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്താ പറയുക, ഏത് സമയവും മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഫ്രണ്ടിൽ ഇരിക്കാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക തട്ടുപൊളിപ്പ് സാധനങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. കുറച്ച് നേരമൊക്കെ അതുങ്ങളെ എന്താ പറയുക നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. അല്ലാതെ എപ്പോഴും മൊബൈൽ വെച്ച് കൊടുക്കുന്നത് അത്ര എന്താ പറയുക നല്ലൊരു കാര്യമല്ല. സോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യും കേട്ടോ. ഞാൻ മാത്രമല്ല ജിനുവും ചെയ്യും. കാരണം അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. കുറേ നേരമൊക്കെ വെള്ളത്തിൽ ചാടുകയും കളിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യട്ടെ. അല്ലാതെ മൊബൈലിൽ നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ഇനിയിപ്പം പൂളിൽ വെള്ളം നിറയ്ക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇന്നത്തെ പണി നിർത്തി ഞങ്ങളിതൊന്ന് കവർ ചെയ്തിടുകയാണ്. അത് കഴിഞ്ഞിട്ട് നാളെയോ നാളെ കഴിഞ്ഞോ വല്ല സമയം നോക്കിയിട്ട് നമ്മൾ വെള്ളം നിറയ്ക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-3 മണിക്കൂർ കുറഞ്ഞത് വേണം നമുക്ക് വെള്ളം നിറച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ഈ പൂൾ കവർ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം വെള്ളം നിറച്ചാൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിൽ പായലായി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആദ്യം തന്നെ പൂളിൻ്റെ കവർ വാങ്ങിച്ചു. പിന്നെ ഇതിന് എഴുതിയിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറച്ചൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് കളറിലുള്ള ഈ കവർ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഫുൾ കവർ മേടിച്ചിട്ടത്. ഇപ്രാവശ്യം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം അല്ലേ. നല്ല വെയിൽ. ഒരു താറാവിനെ